ഹായ് എവരിവൺ. സോ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ പേര് അനുപമ. സോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ആക്ച്വലി ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ്, ഒരു ഡയറ്റ് ചലഞ്ചിനെ കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആക്ച്വലി ഒരു സാലഡ് ഡയറ്റിലായിരുന്നു, എസ്പെഷ്യലി രാത്രി സമയങ്ങളിൽ എൻ്റെ ഡിന്നറിന്. അപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളോ കാരണം ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. ലൈക്ക് ലിറ്ററലി എനിക്ക് ഭയങ്കര ബ്ലോട്ടിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, കുറച്ച് കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്തുകൊണ്ട് എങ്ങനെ വരുന്നത്. കാരണം ഞാൻ ആസ് പെർ നമ്മുടെ എന്താ പറയുക സോ കോൾഡ് റെയിൻബോ ചലഞ്ച് ചെയ്യായിരുന്നു. ലൈക്ക് എല്ലാ 7 നിറത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്ത് സാലഡ്സ് കഴിക്കുന്നുണ്ടായിരുന്നു, ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു, ഷുഗർ ഓൾമോസ്റ്റ് ഫുള്ളി കട്ട് ചെയ്തായിരുന്നു. എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലോട്ടിങ് ഫേസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ എനിക്കൊരു ഡൈജസ്റ്റീവ് ഇഷ്യൂ വളരെ നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ ഡൈജഷൻ്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല. എൻ്റെതൊരു വളരെ മോശം ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരുന്നു മുമ്പ് തൊട്ടേ. എസ്പെഷ്യലി ലൈക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഭക്ഷണ രീതിയൊന്നും ശരിയായിരുന്നില്ല. പക്ഷെ ഞാൻ അതൊക്കെ ഒരുപാട് എഫേർട്സ് ഇട്ടും പല എന്താ പറയുക കുറേ നാച്ചുറൽ റെമഡീസ് ഒക്കെ ചെയ്ത് അതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. അതിന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത്രയും നാൾ കൊണ്ടുപോകായിരുന്നു. പിന്നെ എനിക്കൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനോ ഒന്നും കാണിക്കേണ്ട അവസ്ഥ ഒരു 6-7 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി. ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഫുഡ് കഴിക്കണം, എന്നിട്ടും എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ഇത് വരണതെന്ന് ഞാൻ അറിയാനായിട്ട് ഞാൻ കുറേ ഇങ്ങനെ യൂട്യൂബിലായിരുന്നാലും നെറ്റിലായിരുന്നാലും എല്ലായിടത്തും നോക്കിയായിരുന്നു. അപ്പം ഞാൻ വന്നെത്തിയ ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, ഒരു ഡോക്ടറിൻ്റെ ഒരു ചാനലായിരുന്നു. ഹർ നെയിം വാസ് ഡോക്ടർ രാജശ്രീ നമ്പൂതിരിപ്പാട്. ഐ തിങ്ക് ഷീ ഈസ് ബേസ്ഡ് ഔട്ട് ഇൻ US. അപ്പോൾ പുള്ളിക്കാരി ഈ ഒരു പ്രശ്നത്തിന് വളരെ മനോഹരമായിട്ട് ഡൈസെക്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലവർ പറയുന്ന ഒരു കാര്യമാണ് സ്മോൾ ഇൻറ്റെസ്റ്റിനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്തിനെ കുറിച്ച്. അപ്പോൾ അതായത് നമ്മൾ ചെറുകുടലിൽ ഒരുപാട് ബാക്ടീരിയാസ് വളരുമ്പോൾ, അതും ബാഡ് ബാക്ടീരിയ വളരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ഫെർമെൻറ്റഡ് ആവുന്ന നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി ആയിരുന്നാലും വെളുത്തുള്ളി ആയിരുന്നാലും ക്യാബേജ് ആയിരുന്നാലും അങ്ങനെയുള്ള എല്ലാ തരത്തിലും പെട്ടെന്ന് ഗ്യാസ് കയറുന്ന ചില ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലെ ഇത് കഴിച്ചപ്പോൾ ഗ്യാസ് കയറും എന്നറിയാമല്ലോ. അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ ബ്ലോട്ടിങ് ഉണ്ടാവും, അസിഡിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഈ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാവും. നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുകയാണ്, അതായത് പ്രത്യേകിച്ച് ഇപ്പം വൈറ്റമിൻ സി കൂടിയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയാണ്, അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ എന്തെങ്കിലും കറി കഴിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാഷ്റൂമിൽ പോകാൻ തോന്നിക്കുക, പെട്ടെന്ന് അപ്പോൾ അത് ബൗൾ മൂവ്മെൻറ്റ് നടക്കുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഉള്ള ആൾക്കാരിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിത് പേഴ്സണലി എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഗട്ടിൽ മൈക്രോംസ്, അതായത് എൻ്റെ വയറ്റിലുള്ള മൈക്രോംസ് ശരിയല്ല എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് പോലും എനിക്ക് ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അതിൽ നോക്കി, പിന്നെ അല്ലാണ്ടൊക്കെ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ വയറ്, അതായത് ഓൾറെഡി ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ ഇനി എത്രയൊക്കെ ഡയറ്റ് കൊടുത്തിട്ടും കാര്യമില്ല. ഇനി എത്രയൊക്കെ എന്താ പറയുക എത്രയൊക്കെ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി വലിച്ചു വരെ കഴിച്ചിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ എക്സസൈസ് മാത്രം ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ ഡയറ്റ് പോയത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്, പക്ഷേ എൻ്റെ വെയിറ്റ് ലോസ് നടക്കില്ല ഞാൻ ഈ ബാക്ടീരിയാസിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ള കാര്യം എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ ഈ ബാക്ടീരിയനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്, ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ മിഷൻ. അപ്പോൾ ബാക്ടീരിയസിനെ കൊല്ലുന്ന കാര്യവും അതേ വീഡിയോ തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വേറെയും കുറേ വീഡിയോസ് ഞാൻ കണ്ടു, വേറെയും കുറേ മെറ്റീരിയൽസ് ഞാൻ വായിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ മരിക്കണമെങ്കിൽ ഇതിനാദ്യം സ്റ്റാർവ് ചെയ്യണം. അതായത് ആ ബാക്ടീരിയക്ക് കിട്ടേണ്ട ഭക്ഷണം കിട്ടാണ്ടാവണം, എങ്കിൽ അതിൻ്റെ ശക്തി കുറയും. ഇത് ഫസ്റ്റ് ഫേസ്. ഓക്കെ, സെക്കൻഡ് ഫേസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടണം. പിന്നെ തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയനെ കംപ്ലീറ്റ്ലി കൊല്ലാനായിട്ടുള്ള സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് മൂന്നല്ല ആക്ച്വലി 4 കാര്യമുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ബവൽ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി നടക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫുഡോ അല്ലെങ്കിൽ മെഡിസിനോ എടുത്ത്
ഇൻഡസ്റ്റൈനെ ക്ലീൻ ആക്കി വെക്കാൻ എപ്പോഴും ശ്രമിക്കണം. അതായത് ഒരു മൂവ്മെൻറ്റും ഉണ്ടാവണം. ഇങ്ങനെ കെട്ടിക്കിടക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു ബ്ലോട്ടിങ് ഉണ്ടായിട്ട് ഇരിക്കാൻ പാടില്ല, കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ബാക്ടീരിയനെ സ്റ്റാവ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടുക. നാലാമത്തെ സ്റ്റെപ്പ് അതിനെ കൊല്ലാനായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക. മെഡിക്കേഷൻസ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് ഡോക്ടറിനെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും ചെയ്യുന്നത്. അത് എന്താണെന്ന് ഞാൻ പറയില്ല, കാരണം അത് പറയേണ്ട ആവശ്യമില്ല. വെറുതെ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വർക്കാവില്ല, നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് വർക്കാവത്തില്ല. സോ ഇറ്റ്സ് അപ് ടു യുവർ ഡോക്ടർ. സോ എനിക്കതിന് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് എനിക്ക് റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ഇതിൽ സംസാരിക്കാൻ പോകുന്ന ഡയറ്റിനെ കുറിച്ച് മാത്രമാണ്. ഇത് മാത്രമേ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാം കുറച്ചൊരു മെഡിക്കൽ അഡ്വൈസ് നമുക്ക് വേണം. കുറച്ചൊക്കെ നമുക്കൊരു ഒരു ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ അവിടെ വേണ്ടി വരും. പക്ഷേ ഡയറ്റ് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊരു പെർമനൻറ്റ് ഡയറ്റ് അല്ല, ഞാൻ ഇപ്പോഴേ പറയാം. എല്ലാ കാലത്തും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് അല്ല. പക്ഷെ ഇതൊരു ഒരു കണ്ടീഷണൽ ഡയറ്റാണ്. അതുമാത്രമല്ല, ഇത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ അതായത് ഈ ഒരു കണ്ടീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ ഇത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഓൾറെഡി ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉള്ള ഒരു ബോഡി ആയിരുന്നത് കൊണ്ട് ഇത് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കാരണമാണ് പലർക്കും IBS ഉണ്ടാകുന്നത്, IBD പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതായത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഒക്കെ മിക്ക ആൾക്കാർക്കും ഉള്ളത് ഈ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഡയറ്റ് പ്ലാൻ വളരെ നല്ലതായിരിക്കും. ഈ ഡയറ്റ് പ്ലാൻ എന്തെന്ന് വെച്ചാൽ ലോ ഫോഡ്മാപ്പ് ഡയറ്റ് പ്ലാൻ. ലോ ഫോഡ്മാപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് പെട്ടെന്ന് ഫെർമെൻറ്റഡ് ആയിട്ട്, അതായത് വയറിൽ പോയി ഗട്ടിൽ പോയിട്ട് ഫെർമെൻറ്റഡ് ആവുന്ന പുളിക്കുന്ന ആഹാരങ്ങളുണ്ട്, ഒരുപാട് ആഹാരങ്ങളുണ്ട്. അപ്പോൾ ഈ ആഹാരങ്ങളാണ് ഈ ബാക്ടീരിയൽസ്, ഈ ബാഡ് ബാക്ടീരിയസിൻ്റെ ശരിക്കുള്ള ഫുഡ്. ഈ ഫെർമെൻറ്റഡ് ആവുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ ഇതങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ തന്നെ ഈ ബാക്ടീരിയയ്ക്ക് സ്റ്റാർവിങ് തുടങ്ങും. അവർക്ക് ഭക്ഷണം കിട്ടാണ്ടാവും, അവരുടെ ബലം ക്ഷയിക്കും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് ഈ ഡയറ്റ്. അപ്പോൾ ഈ ഡയറ്റാണ് ഞാൻ ഓൾട്ടർനേറ്റീവ്ലി ഫ്രം ദിസ് മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോഡ്മാപ്പ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഫോഡ്മാപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: ഫെർമെൻറ്റഡ് ഒളിഗോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, മോണോസാക്രൈഡ്സ് ആൻഡ് പോളിയോൾസ്. ഇതെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ്, ഒരു ചെയിൻ ഓഫ് ഗ്ലൂക്കോസുകളാണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പല പല ഫോംസ് ആണ്. സാക്രൈഡ്സ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ നമ്മൾ വയറ്റിൽ പോയിട്ട് അതൊരു തരത്തിലുള്ളൊരു സാക്രൈഡ്സ് ഫോമിൽ, ഒരു കാർബോഹൈഡ്രേറ്റ്സ് ഫോമിൽ മാറുന്ന എല്ലാം നമുക്കിവിടെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതിൽ ഉൾപ്പെടും. ആദ്യം ഒഴിവാക്കേണ്ട സാധനം മധുരമാണ്. കംപ്ലീറ്റ്ലി ഗ്ലൂക്കോസ്, എല്ലാ തരത്തിലുള്ള ഫ്രക്ടോസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഉള്ളി, വെളുത്തുള്ളി, ക്യാബേജ്, കോളിഫ്ലവർ, ഇങ്ങനെയുള്ള എല്ലാ കോൾഡ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് നമ്മൾ ഒഴിവാക്കണം. അതായത് സൾഫർ ഫോമിങ് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഒഴിവാക്കണം. കാരണം ഇതൊക്കെ വയറ്റിൽ പോയിട്ട് പെട്ടെന്ന് പുളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കണം. പിന്നെ ആപ്പിൾസ് കഴിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒഴിവാക്കിയുള്ളൊരു ഡയറ്റാണ്. ഇതിൽ ഗ്രെയിൻസും കഴിക്കാൻ പാടില്ല. അതായത് നമ്മൾ അരി, ഗോതമ്പ്, ഓട്സ്, അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ, ഇതൊന്നും കഴിക്കരുത്. ഈ ഒരു ഡയറ്റിൽ ഇതൊന്നും കഴിക്കാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് ഈ ബാക്ടീരിയ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പാടില്ല. ആകെ കൂടി കഴിക്കാൻ നല്ലത് ബാസ്മതി അരിയാണ്. അതായത് വെള്ള നീളമുള്ള അരി. അതിൽ ഫൈബർ കുറവാണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫെർമെൻറ്റഡ് ആവില്ല വയറ്റിൽ പോയിട്ട്. അപ്പോൾ അത് കഴിക്കാം, അതും അളവിൽ. പിന്നെ എഗ്സ് കഴിക്കാം, മുട്ട കഴിക്കാം, ചിക്കൻ കഴിക്കാം, മട്ടൺ കഴിക്കാം, മീറ്റ് എല്ലാം കഴിക്കാം, ഫിഷ് കഴിക്കാം. ഇപ്പോൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും, നിങ്ങൾക്ക് ഇതെല്ലാം കഴിക്കാം. പക്ഷേ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാൻ പാടില്ല. ഇഞ്ചി ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഡയറ്റിൻ്റെ സമയത്ത്. പിന്നെ ഈ ഡയറ്റ് എന്നും എടുക്കാൻ പറ്റുന്ന ഡയറ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ചീര കഴിക്കാം, ക്യാരറ്റ് കഴിക്കാം, ബീട്രൂട്ട് കഴിക്കാം. എഗെയിൻ അളവുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, സാലഡ്സ് ഒന്നും ഈ ഡയറ്റിൽ കഴിക്കാൻ പാടില്ല, ഫ്രൂട്ട്സും കഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഫ്രക്ടോസ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് ഒട്ടുമേ കഴിക്കരുത്. ഫ്രക്ടോസ് വളരെ കുറഞ്ഞ ഫ്രൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പപ്പായ, മധുരമൊക്കെ കുറഞ്ഞ പപ്പായ ചിലപ്പോൾ കുറച്ച് കഴിക്കാം, അതും വളരെ അളവ് കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ചിയ സീഡ്സ് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ലോ ഫോഡ്മാപ്പിൽ വരുന്ന ഫുഡ്സ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏത് ഫ്രൂട്ടോ വെജിറ്റബിളോ ഏതാണ് നിങ്ങൾ ഇട്ട് നോക്കിയാലും അത് പറയും ഇത് ലോ ഫോഡ്മാപ്പ് ആണോ അല്ലേ എന്നുള്ളത്. ആ ആപ്പ് ഒരു യൂണിവേഴ്സിറ്റിയുടെ, മൊനാഷ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ലോ
FODMAP പ്ലാൻ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ബട്ട് അതിന് 500+ റുപ്പീസാണ് ആ ആപ്പ് പർച്ചേസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും പൈസ ചിലവാക്കി ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ChatGPT-യിലിട്ട് നോക്കാം. ഞാൻ ChatGPT ആണ് നോർമലി യൂസ് ചെയ്തത്. ഐ മീൻ ലൈക്ക് ഐ വോണ്ട് റെക്കമെൻഡ് ChatGPT ടു എവരി വൺ, ബട്ട് ഐ ഫൈൻഡ് ഇറ്റ് അഫോർഡബിൾ. ആൻഡ് എനിക്കത് കുറച്ചൊക്കെ നമ്മൾ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ പുളിക്കുന്ന ആഹാരം ഏതൊക്കെയാണ് നമുക്ക് സ്വയം അറിയാം. അത് കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. പയറുവർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, പരിപ്പ് ഒന്നുമില്ല, ചെറുധാന്യങ്ങളില്ല, ഒന്നുമില്ല. വെറും ബാസ്മതി അരി മാത്രമേ കാർബോഹൈഡ്രേറ്റ്സിൽ കഴിക്കാവൂ. പിന്നെ വെജിറ്റബിൾസിൽ ക്യാരറ്റ്സ്, പിന്നെ നോട്ട് കോളിഫ്ലവർ, നമ്മുടെ ബീറ്റ്റൂട്ട്സ്, തക്കാളി പാടില്ല കേട്ടോ. പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ മുളകൊക്കെ വളരെ കുറച്ച്, മുളകും വളരെ സൂക്ഷിച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ. കുരുമുളക് കഴിക്കാം. അതുപോലെ തന്നെ തൈം, നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് മൊത്തം കഴിക്കാം കേട്ടോ. തൈം, അത് ഇത് എല്ലാം, ഈ ഒറിഗാനോ, ഇതെല്ലാം വളരെ നല്ലതാണ് ഈ സമയത്ത്. പിന്നെ സോയ പ്രോഡക്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഡയറി കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. തൈര് പോലും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഡയറ്റ് കുറച്ച് കോംപ്ലക്സ് ആണ്. പക്ഷേ ഈ ഡയറ്റ് ഞാൻ എങ്ങനെ ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഈ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് എൻ്റോടൊപ്പം സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്കത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് റെസിപ്പീസ് ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ല എന്തുണ്ടാക്കും, എന്ത് കഴിക്കും, ഇതൊന്നും ഇടാൻ പറ്റില്ലെങ്കിൽ എന്ത് ആഹാരം കഴിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ അതിനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഡയസെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഇടുമ്പോൾ അത് ലൈക്ക് ചെയ്യുക, അത് കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്കും അതേ ഡയറ്റ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യേണ്ട കേട്ടോ. കാരണം എൻ്റെ ആദ്യ പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട്, ബ്ലോട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സാലഡ്സ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഈ ബാക്ടീരിയസിനെ കൊല്ലാൻ പറ്റും. ഓക്കെ, സോ ഈ കോണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ചലഞ്ചിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വെയിറ്റ് ഫോർ മൈ ഷോർട്സ് ടു കം ഇൻ. ഓൾ ദ ചലഞ്ച് വീഡിയോസ് വിൽ ബി അപ്ലോഡഡ് ഫ്രം മൺഡേ. ഞാൻ മൺഡേ ആകുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. മൺഡേ ആയിരിക്കും ഫസ്റ്റ് വീഡിയോ, പിന്നെ വരുന്നത് വെനസ്ഡേ. ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. ബൈ.